ഒരു റെയിൽവേ സ്റ്റേഷനിലെ ചെയറിൽ തൻ്റെ കുഞ്ഞിനൊപ്പം കടന്നുറങ്ങുന്ന അമ്മ പെട്ടെന്നൊരു സ്ത്രീ അവിടേക്ക് വന്നിട്ട് ആ കുഞ്ഞിനെ തട്ടിയെടുത്തുകൊണ്ട് പോവുകയാണ്. നല്ല ഉറക്കത്തിലായതുകൊണ്ട് തൻ്റെ കുഞ്ഞു പോയ കാര്യമൊന്നും ഈ അമ്മ അറിയുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞ് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നോക്കുമ്പോഴത്തേന് അമ്മയ്ക്ക് കുഞ്ഞിനെ അടുത്ത് കാണുവാൻ സാധിക്കുന്നില്ല. ഉടനെ തന്നെ എണീറ്റ് അവിടെയൊക്കെ തപ്പി നോക്കുന്നുണ്ട്, വലിയ ബഹളങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ അത് വലിയൊരു പ്രശ്നത്തിലേക്കും പോകുന്നുണ്ട്. ഇതേ സമയം ഈ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ വന്ന് തൻ്റെ ബ്രദറിനെ പിക്ക് ചെയ്യാൻ വരുന്നൊരു ചേട്ടൻ. അപ്പം അനിയനെ പിക്ക് ചെയ്യാൻ വേണ്ടി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന് കയറുമ്പോഴത്തേനാണ് ചേട്ടൻ ഈ കാഴ്ച കാണുന്നത്. കുറേ ആളുകളെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് തൻ്റെ അനിയനെ കയ്യേറ്റം ചെയ്യുകയാണ്. കാര്യം ചോദിച്ചപ്പോഴത്തേനാണ് മനസ്സിലായത് അവിടെ ഉണ്ടായിരുന്ന ആ കുട്ടിയെ ആക്ച്വലി തട്ടിക്കൊണ്ടു പോയത് ഈ അനിയനാണെന്നും പറഞ്ഞുകൊണ്ടാണ് അവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. ആൻഡ് ഒരു കുട്ടിയുടെ തിരോധാനത്തിൽ തുടങ്ങിയ ഈ ഒരു സിനിമ ഒരു ഗംഭീര ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ട് മാറുകയും പിന്നീട് ഒരുപാട് മിസ്റ്ററീസും സസ്പെൻസും ഒക്കെ വെച്ചുകൊണ്ട് പോകുന്ന ഒരു സിനിമയായിട്ട് മാറുകയും ആൻഡ് ഫൈനലി ഒരു ഗംഭീര സർവൈവൽ ത്രില്ലർ മൂഡിലേക്ക് മാറുകയും ചെയ്യുകയാണ്. തുടക്കം തൊട്ട് അവസാനം വരെ അന്യായ ലെവലിൽ ഗ്രിപ്പിംഗ് ആക്കിക്കൊണ്ട് ഒരു തുള്ളി പോലെ ലാഗ് അടിപ്പിക്കാണ്ട് നമ്മളെ സ്ക്രീനിൽ നിന്ന് കണ്ണടിപ്പിക്കാണ്ട് വളരെ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സിനിമ. ചിത്രത്തിൻ്റെ പേര് സ്റ്റോളൻ. ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. വെറും 1.5 മണിക്കൂർ മാത്രമേ ദൈർഘ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തുടങ്ങി നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തീർക്കാൻ പറ്റും. ഇതൊരു ഹിന്ദി സിനിമയും കൂടെയാണ്. ഹിന്ദി മൂവീസിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ കുറേ മാസ്റ്റർ പീസ് ഐറ്റംസ് കിട്ടാറുള്ളതാണ്. സോ അതുപോലത്തെ ഒരു ഗംഭീര ഐറ്റമാണ്. ഒരുപാട് ആളുകളൊന്നും ഈ ഒരു സിനിമയെ പറ്റി പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സിനിമയാണ്. കാരണം ഈ ഒരു സിനിമ ജസ്റ്റ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂഡിലേക്ക് മാത്രം പോവാണ്ട് ഒരു വലിയ മെസ്സേജ് നമ്മുടെ അടുക്കിലേക്ക് എത്തിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയുടെ ഉപയോഗമൊക്കെ എത്രമാത്രം നമ്മളെ തെറ്റായ ദിശയിലേക്ക് കൊണ്ടുവിടുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് ഈ ഒരു സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്. അവസാനം നല്ലൊരു മെസ്സേജ് നൽകിക്കൊണ്ടാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയലായിട്ട് നടന്ന കുറേ കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ് ഇവർ ഈ ഒരു സിനിമ എടുത്തിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഞെട്ടൽ തോന്നും. ഇവർ ഈ ഒരു കുട്ടിയെ കണ്ടെത്തുമോ, അതുപോലെ തന്നെ ഈ കുട്ടിയെ കണ്ടെത്താൻ പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളെയാണ് ഇവർക്ക് ഫേസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഇതൊരു സർവൈവൽ മൂഡിലേക്ക് കയറി കഴിയുമ്പോഴത്തേനും, അതായത് ഒരു സർവൈവൽ ത്രില്ലർ മൂഡിലേക്ക് കയറി കഴിയുമ്പോഴത്തേനും എന്തൊക്കെ രീതിക്കായിരിക്കും ഈ ഒരു സിനിമ നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്, ഇതിലെ മിസ്റ്ററീസ് എന്തൊക്കെയാണ്, ഈ സിനിമ പോകുന്ന പോക്കിൽ, അതായത് 1.5 മണിക്കൂർ ദൈർഘ്യമുള്ളൊരു സിനിമയാണെന്നാണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പം ഈ 1.5 മണിക്കൂറിനിടയ്ക്ക് ഒരുപാട് മേജർ ഹൈ പോയിന്റ്സ് ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. ആ സെവറൽ പോയിന്റ്സിൽ വെച്ച് ഒരുപാട് ട്വിസ്റ്റ് ഈ ഒരു സിനിമ റിവീൽ ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു കിക്കൊക്കെ ഉണ്ട്. അതായത് എന്താ ഇപ്പോൾ സംഭവിക്കുന്നത്, ഈ സിനിമ എങ്ങോട്ടാണ് ഈ പോകുന്നതെന്നൊക്കെ നമ്മളെ തോന്നിപ്പിക്കുന്ന രീതിക്കാണ് ചിത്രം മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ റീസെൻ്റ്ലി കണ്ട ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ആയിട്ട് ഞാൻ ഈ ഒരു സിനിമയെ പറയും. അടുത്തിറങ്ങിയൊരു ഗംഭീര ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. അതുപോലെ തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിനെ ഒരു സർവൈവൽ മൂഡിലേക്ക് മാറ്റുക എന്ന് പറയുന്നതും അത്രയ്ക്ക് ഈസി ആയിട്ടുള്ളൊരു പരിപാടിയല്ല. അപ്പം അതൊക്കെ വളരെ നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. സിനിമയുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും വളരെ ഗംഭീരമായി തോന്നി. ഇതിലെ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ആയിക്കൊള്ളട്ടെ, ഇടയ്ക്കിടയ്ക്ക് വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ആയിക്കൊള്ളട്ടെ, ബാക്കിയുള്ള ടെക്നിക്കൽ സൈഡ്സ് ആയിക്കൊള്ളട്ടെ, എല്ലാ കാര്യങ്ങളും വളരെ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഗംഭീരമായിട്ടിരുന്ന് വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ്. നിങ്ങൾ ഇതുവരെ ഈ ഒരു ചിത്രം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ചിത്രത്തിൻ്റെ പേരും മറക്കണ്ട, സ്റ്റോളൻ.